പണ്ട് ഗായകനും ചുരുക്കം ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുമുള്ള ശ്രീനിവാസന്റെ മകൻ വിനീത് ശ്രീനിവാസൻ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണെന്ന വാർത്ത വരുന്നു. പുതുമുഖങ്ങളെ വെച്ചാണ് സിനിമ. തലശ്ശേരി പശ്ചാത്തലമായ ഒരു കഥയാണ്. കാര്യം സിനിമയിൽ നെടുമുടി വേണുവിനെ പോലുള്ള സീനിയർ ആക്ടേഴ്സ് ഉണ്ടെങ്കിലും കഥയിൽ ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞ പുതുമുഖങ്ങളായ ചെറുപ്പക്കാർക്ക് തന്നെയാണ്. അക്കൂട്ടത്തിൽ കുറച്ചധികം മാസ് അപ്പീൽ കൊടുത്തിരുന്നത് പ്രകാശൻ എന്ന് പറയുന്നൊരു കഥാപാത്രത്തിനായിരുന്നു. തൊട്ടടുത്ത വർഷം ദിലീപ് പ്രൊഡ്യൂസ് ചെയ്ത മെട്രോ എന്ന സിനിമയിലും ഈ ചെറുപ്പക്കാരനെ കാണുകയുണ്ടായി. പക്ഷേ അപ്പോഴൊന്നും ആളെ കണ്ടിട്ടൊരു സ്പാർക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ 2012 വിനീത് ശ്രീനിവാസൻ തന്റെ രണ്ടാമത്തെ ചിത്രം ഒരുക്കുന്നു. സ്റ്റിൽസ് ഒക്കെ പുറത്തു വരുമ്പോൾ ഒരു ചുള്ളൻ ചെക്കനാണ് നായകൻ. പക്ഷേ ഇത് പഴയ പ്രകാശനായിരുന്നു എന്ന് തിരിച്ചറിയാൻ കുറച്ച് ടൈം എടുത്തു. കാരണം അമ്മാതിരി മേക്ക് ഓവർ ആയിരുന്നു. അങ്ങനെ ആ സിനിമ ഒടുക്ക റിലീസ് ആവുകയാണ്. വിനോദും ആയിഷയും അബ്ദുവും മജീദും ഒക്കെ കൂടി പൊളിച്ചടുക്കിയ ഒരു സിനിമ. അങ്ങനെ കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ സിക്സ് പാക്ക് എന്നൊരു ഐക്കണിക് ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കേരളത്തിലെ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അതേ വർഷം ഡാ തടിയ എന്ന സിനിമയിൽ ഒരു അൺഎക്സ്പെക്ടഡ് വില്ലൻ വേഷം, ഒരു ടോട്ടൽ ചേഞ്ച് ഓവർ. നന്നായി തന്നെ അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. തൊട്ടടുത്ത വർഷം തമിഴിലും മലയാളത്തിലുമായി നേരം എന്ന ബിലിംഗ്വൽ സിനിമ ഇറങ്ങുന്നു. പാട്ടുകളാലും വ്യത്യസ്ത മേക്കിങ്ങിനാലും ഈ സിനിമ 2 ഭാഷകളിലും ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ശേഷം 2014 നിവിൻ പോളി എന്ന നടന്റെ കരിയർ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ആക്സലറേറ്റ് ചെയ്തൊരു വർഷം. അതിൽ ആദ്യം പറയേണ്ടത് ഓം ശാന്തി ഓശാന. സാധാരണ ഒരു മെയിൽ സെൻട്രിക് സ്റ്റോറിയിൽ വരുന്ന നായികമാരെ ഐ ക്യാൻഡി എന്ന് വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ കണ്ടത്. ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ആ ഒരു സിനിമയിൽ ഒരു ഐ ക്യാൻഡി ആയിട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ കഥാപാത്രം. എന്ന് വെച്ചാൽ അതിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. മറിച്ച് കർക്കശക്കാരനായ തന്റെ ഐഡിയോളജിയിൽ ഉറച്ചു വിശ്വസിക്കുന്ന നായികയ്ക്ക് അട്രാക്ഷൻ തോന്നാൻ പാകത്തിൽ നടക്കുന്ന ഒരു കഥാപാത്രം. അടുത്തത് 1983. അദ്ദേഹത്തിന്റെ കരിയറിൽ അതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു വേഷം. സ്ഥിരം കണ്ടുവന്നിരുന്ന പ്രേമവും പരിപാടികളും ഒക്കെ വിട്ട് തനിക്ക് നിറവേറാൻ പറ്റാതെ പോയ ആഗ്രഹം തന്റെ മകനിലൂടെ സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു 40-കാരന്റെ കഥ. ആ വേഷം അദ്ദേഹം ഗംഭീരമാക്കി. ഇനി അടുത്തതായി വന്നത് കുട്ടൻ ഫ്രം ബാംഗ്ലൂർ ഡേയ്സ്. ഈ ഫാമിലി ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഇടിച്ചു കയറാൻ അദ്ദേഹത്തെ സഹായിച്ച ആ ഒരു കഥാപാത്രം. ഹൈലി സക്സസ്ഫുൾ ആയ ആ ഒരു കഥാപാത്രത്തിന്റെ ഹാങ് ഓവർ വിട്ടുമാറുന്നതിന് മുൻപ് മറ്റൊരു ഹിറ്റ് ദുൽഖർ ചിത്രത്തിലെ ആ ഒരു ഐക്കണിക് ക്യാമിയോ സബ് കളക്ടർ ലോകേഷ്. അതായിരുന്നു 2014 നിവിൻ പോളിയുടെ അവസാന ചിത്രം. ശേഷം വർഷം 2015.